അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം. സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് മോഷൻ്റെ സെക്ഷനാണ്. അപ്പോൾ വേവ് മോഷനിൽ നിങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, രണ്ട് ടൈപ്പ് വേവ്സുകളുണ്ട്. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, മറ്റൊന്ന് മെക്കാനിക്കൽ വേവ്സ് ആണ്. അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ അഥവാ വൈദ്യുതകാന്തിക തരംഗങ്ങൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. അഥവാ പ്രൊപ്പഗേഷന് മാധ്യമം, പ്രൊപ്പഗേഷന് മീഡിയം ആവശ്യമില്ലാത്ത വേവ്സിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയാം. അഥവാ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം. പിന്നെ അതേപോലെ തന്നെ അതിന് രണ്ട് എക്സാമ്പിൾ പഠിക്കുക. ലൈറ്റ് വേവ്സ്, റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിക്കുക. ആ ഒരു പോർഷൻ മാറ്റി വെച്ചിട്ട് പിന്നീട് അതിൽ വരുന്നത് മെക്കാനിക്കൽ വേവ്സ് ആണ്, അഥവാ യാന്ത്രിക തരംഗങ്ങളാണ്. ഈ മെക്കാനിക്കൽ വേവ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, മറ്റൊന്ന് ട്രാൻസ്വേഴ്സ് വേവ്സ്. അതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെയും ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെയും അഥവാ അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളുമാണ്. ഈ രണ്ട് തരംഗങ്ങളുടെയും ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പിക്ചർ തന്നിട്ടും അതിൽ കംപ്രഷൻ, റയർഫാക്ഷൻസ്, അതേപോലെ തന്നെ ക്രസ്റ്റും ട്രഫൊക്കെ ഉള്ള ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ടേബിൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അതിലേതും ചോദിക്കാം. ചിലപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ കുറിച്ചാക്കാരം ചോദിക്കുക, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സിനെ കുറിച്ചായിരിക്കും. അഥവാ അനുദൈർഘ്യത്തിനെ ചോദിക്കാം, അല്ലെങ്കിൽ അനുപ്രസ്ഥത്തിനെ ചോദിക്കാം. ചിലപ്പോൾ തമ്മിലെ ഡിഫറൻസ് ചോദിക്കും. കൂടുതലായിട്ട് കണ്ടുള്ളത് തമ്മിലെ ഡിഫറൻസ് ആണ്. അപ്പോൾ ആ ഡിഫറൻസ് ചോദിക്കും. അപ്പോൾ അത് പഠിച്ചു വെക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 17 ആംപ്ലിറ്റ്യൂഡ് എന്താ, വേവ് ലെങ്ത് എന്താ, ഫ്രീക്വൻസി എന്താ, പീരീഡ് എന്താ, അതേപോലെ തന്നെ സ്പീഡ് ഓഫ് വേവ്. അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആയതി, പീരീഡ് എന്ന് പറഞ്ഞാൽ പീരീഡ് തന്നെയാണ് നമ്മൾ പറയുക. പിന്നെ ആവൃത്തി, തരംഗദൈർഘ്യം, തരംഗവേഗം. ഈ 5 പ്രധാനപ്പെട്ട സവിശേഷതകൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു വേവ് തന്നു കഴിഞ്ഞാൽ ഈ 5 പോയിന്റ് കിട്ടുന്നുണ്ടോ നോക്കുക. ഒരു വേവ് തന്നു കഴിഞ്ഞാൽ ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക, അഥവാ അതിൻ്റെ ആയതി കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. ഫ്രീക്വൻസി, ആവൃത്തി കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. അതേപോലെ തന്നെ പീരീഡ്, അതേപോലെ തന്നെ തരംഗദൈർഘ്യം, അതേപോലെ തന്നെ തരംഗവേഗം, സ്പീഡ് ഓഫ് വേവ്. ഈ 5 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് മാർക്ക് പോകില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിലയിരുത്താം, അഥവാ ലെറ്റസ്റ്റ് ആക്സസിലും നമ്മുടെ ടെക്സ്റ്റ് സാധാ ചാപ്റ്ററിൻ്റെ പേജസിലൊക്കെ നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം തന്നിട്ട്, അഥവാ ഡിസ്റ്റൻസ് തന്നിട്ടും, മറ്റൊന്ന് ടൈം തന്നിട്ട്, ടൈം അഥവാ സമയം തന്നിട്ടും 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ആ 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നോക്കണം. അപ്പോൾ അത് മാറിപ്പോരുത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് മോഷൻസ്. വേവ് മോഷൻസിൽ 2 കാര്യങ്ങൾ, മെക്കാനിക്കൽ വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും. അതിൽ മെക്കാനിക്കൽ വേവ്സിലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. എന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസ്, വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. അതിൻ്റെ ഒരു വേവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷന്. 6 മാർക്കിൻ്റെ ചാപ്റ്ററാണ്, മിസ്സാക്കരുത്. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആ സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളെ SCRT 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് മറക്കരുത്. ഈ ചാപ്റ്റർ എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഈ സെറ്റ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നോക്കണം. സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ കേട്ടോ. ഓക്കെ.